അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഇന്നത്തെ സെഷൻ നിങ്ങളോട് സംവദിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കവിയാണ്, അറിയാലോ. അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഉപ്പയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ കവിതയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എങ്ങനെ തുടങ്ങി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ പറയും. മനസ്സിലായോ? രവീന്ദ്രനാഥ് ടാഗോർ. रविंद्र बाबू 7 मई 1861 को कलकत्ता में पैदा हुए. രവീന്ദ്ര ബാബു മെയ് 7 1861 കൽക്കട്ടയിൽ ജനിച്ചു. ആ ബർത്ത്ഡേ എവിടെയാണ്? ബർത്ത് പ്ലേസ് എവിടെയാണ്? കൽക്കട്ടയാണ് ബർത്ത് പ്ലേസ്. आपके वालिद बुजुर्गवार महर्षि देवेंद्र नाथ टैगोर के 14वें और सबसे छोटे बेटे थे. എന്താ പറഞ്ഞേ? അദ്ദേഹത്തിന്റെ പിതാവ് ബുസർഗ്വാർ, മഹാനായ മഹർഷിയായ, മഹർഷി എന്ന് കേട്ടിട്ടില്ല നിങ്ങള്? മഹർഷി, സന്യാസിമാരിലൊക്കെ കണ്ടിട്ടില്ല, മഹർഷി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുറച്ച് വലിയ ടീമാണ്. ഒന്നും കൂടെ ഒക്കെ ഹൈബത്തും വക്കാറൊക്കെ ഉള്ള ടീം അവരില്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് മഹാനായ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ 14ാമത്തെ और सबसे छोटे बेटे ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. മനസ്സിലായല്ലോ? ടാഗോറിന്റെ 14ാമത്തെ, അതുപോലെ അതിൽ തന്നെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. മനസ്സിലായോ? ഗർവാലെ മഹബ്ബത്ത് സെ ഉനെ റാബി കഹത്തെ തെ. വീട്ടുകാര് സ്നേഹത്തോടു കൂടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് റാബി എന്നായിരുന്നു. റാബി എന്നാണ് പറയാ. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് അവർ വിളിക്കൂല. സ്നേഹത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മെ സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു പേര് അല്ലെ? ആ ഒരു പേരാണ് എന്ത്? കുഞ്ഞുട്ടി, കുഞ്ഞോനെ, മുത്തുമോനെ, മുത്തോ, കുഞ്ഞാപ്പോ, വാപ്പോ, ഇങ്ങനെ ഓരോ പേരുകൾ ഉണ്ടാവും. എന്നതുപോലെ അദ്ദേഹത്തിനുള്ള പേരായിരുന്നു റാബി. മനസ്സിലായല്ലോ? ആപ്കെ വാലിദ് മഹർഷി ഏക് സൂഫി മനുഷ്യ ബുസർഗ് തെ. അദ്ദേഹത്തിന്റെ പിതാവ് മഹർഷിയായ ഒരു സൂഫി മനുഷ്യനായ, സൂഫിയെ പോലെയുള്ള ഒരു മനുഷ്യനായ ബുസർഗ് തെ, മഹാനായിരുന്നു, വലിയ ആളായിരുന്നു. ബുസർഗ് പറഞ്ഞ വലിയ ആളുകൾക്കാണ്, മഹാന്മാർക്കാണ് എന്ത് പറയാ? ബുസർഗ് എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് മഹർഷിയായ ഒരു സൂഫി മനുഷ്യനായ വലിയൊരു നേതാവായിരുന്നു, വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ഇത്ര എല്ലാവർക്കും മനസ്സിലായില്ലേ? പറയണ മനസ്സിലാണില്ലേ? അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഉൻകി സാരി ജിന്ദഗി ഈശ്വർ ഭക്തി और गरीबों की मदद करने में गुजरी. അവരുടെ മുഴുവൻ ജീവിതവും, സാരി ജിന്ദഗി മുഴുവൻ ജീവിതവും, ഈശ്വർ ഭക്തിയാണ്. ഈശ്വരഭക്തി നമ്മൾ ഈശ്വരന് എന്ന് പറയില്ലേ? മലയാളത്തിൽ ദൈവഭക്തി എന്ന് പറയാം. അപ്പൊ ദൈവഭക്തിയിലും അല്ലെങ്കിൽ ഈശ്വര ഭക്തിയിലും और गरीबों की मदद करने में, പാവപ്പെട്ട പുവർ ആയിട്ടുള്ള ആളുകളുണ്ടാവും, ഒന്നിനും കഴിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന വിഷയത്തിലും ഈശ്വര ഭക്തിയിലുമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഗുസരി കഴിഞ്ഞുപോയി. അപ്പൊ ജീവിതം ഒഴിഞ്ഞു വെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാവങ്ങളെ സഹായിക്കാന്, ഈശ്വര ഭക്തിയിലും ആയിരുന്നു. പിന്നെ ജമാനേക്കെ മഷൂറെ ആലിം തെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വെരി ഫേമസ് സ്കോളർ ആയിരുന്നു. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ആര്? പിതാവിനെ കുറിച്ചാണ് പറയുന്നത്.
നമ്മളെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അറിയാലോ. അപ്പോ बंगाली संस्कृत और हिंदी के साथ साथ उर्दू और फारसी जबानें भी अच्छी खासी जानते थे. ബംഗാളി, പിന്നെന്ത്, സംസ്കൃതം, ഹിന്ദി, അതിനോട് കൂടെ തന്നെ സാധാരണ അതിനോടൊക്കെ കൂടെ തന്നെ ബംഗാളി സംസ്കൃതവും ഹിന്ദിയും അദ്ദേഹത്തിന് നന്നായി അറിയാം. അതിന് പുറമെ ഉറുദു और फारसी जबानें भी, ഉറുദുവും ഫാരിസി ഭാഷയും, ഉറുദുവും ഫാരിസി ഭാഷകളൊക്കെ അതും അച്ചി ഖാസി ജാൻതേ, നന്നായി അറിയുന്ന ആളായിരുന്നു. എന്താണ്, കൂടുതൽ എക്സ്പേർട്ട് ആയിരുന്നു ഉറുദുവിലും ഫാരിസിയിലും. ഫാരിസി ഭാഷയിലും ഉറുദു ഭാഷയിലും അദ്ദേഹം കൂടുതൽ എക്സ്പേർട്ട് ആയിരുന്നു, നിപുണനായിരുന്നു. നമുക്കൊക്കെ ഉണ്ടാവില്ലേ ചില ഭാഷകള് കൂടുതൽ ഒരു താല്പര്യമുള്ള ഭാഷകൾ, എല്ലാ ആവശ്യവും ഒരേപോലെ ആവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ ഭാഷകളും ഒരുപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഖാസി ആയിട്ടുള്ള ഒരു ഭാഷ ഉണ്ടാവും, ഒരു എക്സ്പേർട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേകമായിട്ട് കൂടുതൽ ഒരു താല്പര്യവും അതിൽ കൂടുതൽ കഴിവുള്ള. എന്നതുപോലെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഫാരിസി ഭാഷയും അതുപോലെ ഉറുദു ഭാഷയും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. അത് നന്നായി അറിയാമായിരുന്നു. സച്ചേ ദേശഭഗത് थे और शबो रोज कौम मुल्क की ബഹബൂദി की फिक्र में लगे रहते थे. എന്താ പറഞ്ഞത്, നല്ല സത്യസന്ധനായിട്ടുള്ള ഒരു ദേശഭക്തിയുള്ള ആളായിരുന്നു, സത്യസന്ധമായ ദേശസ്നേഹമുള്ള ആളായിരുന്നു. ഓർ ഷബോറോസ്, രാവിലെയും വൈകുന്നേരവും. ഷബോറോസ് കൗമോ മുൽക്ക് കി ബഹബൂദി, സമുദായത്തിന്റെ ബഹബൂദി എന്ന നന്മ, സമുദായത്തിന്റെ നന്മയുടെ ഫിക്ർമേ, ചിന്തയിൽ ലഗേ രഹ്തേ थे, മുഴുകിയിരുന്നു. അപ്പൊ രാത്രി പകല് എന്നല്ല, അധിക സമയത്തും സമുദായത്തിന്റെ രാജ്യത്തിന്റെ നന്മയുടെ വിഷയത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിലങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. टैगोर के खानदान में बच्चों की तालीम और तरबियत उसी मखसूस ढंग से दी जाती थी जिस पर सदियों हिंदुस्तान की तहजीब और तमद्दुन को फख्र रहा है. ടാഗോറിന്റെ കുടുംബത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, അവരുടെ തർബിയത്ത് ഉസി മഖ്സൂസ് ഡംഗ് ദീ ജാതി തീ, അത്തരം ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ കൊടുക്കപ്പെട്ടിരുന്നു, നൽകപ്പെട്ടിരുന്നു. ഒന്നുകൂടെ പറയാം, ടാഗോർക്ക് ഖാൻദാൻ, ടാഗോറിന്റെ ഖാൻദാൻ പറഞ്ഞാൽ കുടുംബം. അപ്പൊ ടാഗോറിന്റെ കുടുംബത്തിലുള്ള ബച്ചോങ്കി താലീമോ തർബിയത്ത്, കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിപാലനവും ഒക്കെ ഉസി മഖ്സൂസ് ഡംഗ് ദീ ജാതി തീ, അത്തരത്തിലുള്ള പ്രത്യേകമായ രീതിയിൽ കൊടുക്കപ്പെട്ടിരുന്നു. ജിസ് പർ സ്വദിയോ ഹിന്ദുസ്ഥാൻ കി തഹ്ദീബോ തമദ്ദുൻ കോ ഫഖ്ർ ഹൈ, നൂറ്റാണ്ടുകളോളം ഇന്ത്യയിലുള്ള സംസ്കാരത്തിന്റെയും നാഗരികതയും അതുകൊണ്ട് ഫഖർ നടിക്കുന്നുണ്ട്, അഹന്ത നടിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹവും കുടുംബത്തിലെ കുട്ടികളൊക്കെ പഠിപ്പിച്ചിരുന്നത്. ഹിന്ദുസ്ഥാനിൽ നൂറ്റാണ്ടുകളായുള്ള സാംസ്കാരിക നാഗരികത ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫഖർ കൊള്ളുന്നുണ്ട്, അഭിമാനത്തോടു കൂടെ ഒരു രീതിയുണ്ട്, അഭിമാനത്തോടു കൂടെ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയാണ് ഇവരുടെ കുടുംബത്തിലും കൈക്കൊള്ളുന്നത് എന്നർത്ഥം. മനസ്സിലായോ? വിദ്യാഭ്യാസത്തിന്റെ വിഷയം പറഞ്ഞതാണ്. ഹിന്ദുസ്ഥാനിൽ അതുവരെ ഉണ്ടായാലും നൂറ്റാണ്ടുകളുള്ള ആ ഒരു ശൈലിയിൽ ഉണ്ടാവാൻ. മനസ്സിലായില്ലേ? ഓക്കെ. എന്താണ് ആ ശൈലി? സുബഹ് സവേരെ ഉടിന, പ്രഭാത സമയം ഉണരണം. സുബഹ് സവേരെ ഉടിന, അതിരാവിലെ ഉണരുക. മുഹാത്ത് ധോക്കർ ദർശൻ കേലിയെ ഇക്കാടെ पर पहुंच जाना, മുഖവും കൈകളും കഴുകിയിട്ട് ദർശനത്തിന് വേണ്ടി ഇക്കാടെ पर पहुंच जाना, വ്യായാമ കേന്ദ്രത്തിൽ എത്തിച്ചേരുക. വ്യായാമ കേന്ദ്രത്തിൽ എത്തിച്ചേരുക. എവിടെ എത്തിച്ചേരണം? വ്യായാമ കേന്ദ്രത്തിൽ എത്തിച്ചേരുക. ഇക്കാടെ സെ നിക്കൽത്തെ ഹി സ്കൂൾ ചലാ ജാന, വ്യായാമ കേന്ദ്രത്തിൽ നിന്നും ആ വ്യായാമൊക്കെ കഴിഞ്ഞ് പുറപ്പെടുന്ന ഉടനെ, പുറപ്പെട്ട് അതന്നെ ലെവലായി കഴിഞ്ഞാൽ ഉടനെ എടുക്കും പോവാ. സ്കൂൾ ചലാ ജാന, പിന്നെ സ്കൂളിലേക്ക് പോവുക. അതായിരുന്നു ശൈലി.
മുഖം കൈയൊക്കെ കഴുകിയിട്ട് ദർശനത്തിന് വേണ്ടി പോവുക, വ്യായാമ കേന്ദ്രത്തിൽ പോയി വ്യായാമമൊക്കെ എടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോവുക എന്നുള്ള. तमाम दिन स्कूल में गुजार कर सहपहर को जब ये बच्चे वापस आते तो घर पर पढ़ाने वालों का सिलसिला शुरू हो जाता और रात 9 बजे उन्हें कैदियों की तरह सोने पर मजबूर कर दिया जाता. എന്താ പറഞ്ഞത്? തമാം ദിൻ ദിവസം മുഴുവനും സ്കൂൾ മേ ഗുസാർ കർ സ്കൂളിൽ കഴിച്ചു കൂട്ടിയിട്ട് സഹപഹർ എന്ന് പറയുന്നത് ഉച്ചാനർത്ഥം. ഉച്ച സമയത്ത് ജബയെ ബച്ചെ വാപ്പസ് ആത്തേത്തോ എപ്പോഴാണോ ഈ കുട്ടികളെ തിരിച്ചു വരുന്നത്, മടങ്ങി വരുന്നത്, സ്കൂളിൽ പോയി അവർ തിരിച്ചു വരുമല്ലോ, ആ സമയത്ത് ഗർ പർ പഠാനെ വാലോങ്ക വീട്ടില് പഠിപ്പിക്കുന്ന ആളുകളുടെ സിൽസില ശുറൂ ഹോ ജാതാ. പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് അധ്യാപകന്മാർ വരും. അവരുടെ ആ ഒരു നേരം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും. ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിൽ വന്ന് കാണുന്നത് എന്ത് ചെയ്യാണ്, കുറേ ആളുകൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്നിട്ട് മാത്രമല്ല, പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ രാത്രിയിൽ 9 മണിക്ക് കറക്റ്റ് എന്ത് ചെയ്യണം, ഉനെ അവർക്ക് കൈദിയോങ്കി തുറ തടവ് പുള്ളികളെ പോലെ സോനെ പർ മജ്ബൂർ കർ ദിയാ ജാത്ത, ഉറങ്ങാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു. തടവ് പുള്ളികളെ പോലെ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കടന്നുറങ്ങുക, അതാണ് ശൈലി. മനസ്സിലായോ? നമ്മൾ പല ആളുകളും എന്ത് ചെയ്യും, ഒരുപാട് നേരം വൈകിട്ട് ഉറങ്ങും, എന്നിട്ട് ഒരുപാട് നേരം വൈകിട്ട് ഉണരും ചെയ്യും. അങ്ങനെയല്ല. ഇനി കുറച്ച് നേരം വൈകി ഉറങ്ങിയാലും ഉണരാൻ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, പരമാവധി സുബീക്ക ജമാഅത്തൊക്കെ നമുക്ക് കിട്ടണം. നമ്മളെ കൺസെപ്റ്റിലേ ഹിന്ദുക്കളുടെ എന്തോ ആയിക്കോട്ടെ, അവരുടേതായ കൺസെപ്റ്റിൽ അവരെന്താ ചെയ്തോട്ടെ. പക്ഷേ നമുക്ക് ഒരു ആത്മീയമായൊരു എന്തുണ്ട്, ഒരു സാന്നിധ്യം എന്നുള്ളത്, ആത്മീയമായ പ്രകാശമൊക്കെ കിട്ടണമെങ്കിൽ, നമ്മുടെ മനസ്സൊക്കെ നന്നാവണമെങ്കിലൊക്കെ സുബീൻ്റെ ജമാഅത്ത് കിട്ടണം. അപ്പോഴൊന്നും ലെവലാവുള്ളൂ, ആ ഒരു ദിവസത്തിന് ബർക്കത്ത് ഉണ്ടാവുള്ളൂ കൂടുതൽ. മനസ്സിലായോ? അതെല്ലാവരും ശ്രദ്ധിക്കണം. വീട്ടിലാണെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാതെ എന്ത് ചെയ്യണം, പരമാവധി ഉമ്മ എപ്പോഴും ആരെയും കൂട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് പള്ളി പോവുക, അടുത്ത പള്ളി ഉണ്ടാവുമല്ലോ, അവിടെ പോയി നിസ്കരിച്ചിട്ടൊക്കെ വരിക, നല്ല റാഹത്താവും. അപ്പോൾ ഏതായാലും टैगोर बंगाल के मुमताज तरीन अमीर खानदान से ताल्लुक रखते थे. ടാഗോറിന്റെ പ്രത്യേകത പറയാണ്, ടാഗോർ ബംഗാളിലെ മുംതാസ് തരീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനിക്കപ്പെടേണ്ട എന്നർത്ഥം. മനസ്സിലായോ? കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട, അപ്പോൾ കൂടുതൽ ബഹുമാനം ഉള്ള ആളുകൾ, അതിനാണ് മുംതാസ് തരീൻ എന്ന് പറഞ്ഞാൽ. അഗ്രഗണ്യർ എന്നൊക്കെ ആണെങ്കിൽ പറയാം. അതിലേറെ നല്ലത് കൂടുതൽ ബഹുമാനിക്കുന്ന ആദരവൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ലേ, ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളിൽപ്പെട്ട അമീറാകുന്ന ഖാൻദാൻസെ, ആ അമീറിന്റെ കുടുംബത്തോടും എന്താണ് താല്ലുക്ക് രക്തത്തെ, കുടുംബത്തിൽ നിന്നും എന്നല്ല, കുടുംബത്തോട് താല്ലുക്ക് രക്തത്തെ, ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ടാഗോർ ബംഗാളിലെ അറിയപ്പെട്ട ആളുകളുണ്ടാകും അമീർ, അവരുടെ കുടുംബത്തോട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. മഗർ ഉസ് ഖാൻദാൻ മേ അപ്നെ ബച്ചോं की तरबियत का डंग भी बस नमूने का था. बच्चों के लिए न तो कीमती कपड़ों का इस्तेमाल था, न अच्छे मुर्गन खानों का, न ऐशो आराम का. वो तमाम सामान फराहम किया गया था जिसने आज नस्लों को बर्बाद कर दिया है. खुद टैगोर मामूली कमीज और पाजामा पहनते, आमतौर स्लीपरों का एक जोड़ा मिला करता था. घर पर ज्यादातर नंगे पावों रहते थे. എന്തൊക്കെയാ പറഞ്ഞേ? എന്നാലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അപ്പനെ ബച്ചോങ്കി തർബിയത്ത് കടങ്ക്, തൻ്റെ വിദ്യാർത്ഥികളുടെ പരിപാലിക്കുന്ന ആ ഒരു രീതി, ആ ഒരു മാർഗം, ആ ഒരു വഴി എന്ന് പറയുന്നത് അതുപോലും ബസ് നമൂനേക്കാത്ത, അതും മാതൃകാപരമായിരുന്നു, എല്ലാവർക്കും മാതൃകാപരമായിരുന്നു. ബച്ചോं के लिए नत्तु कीमती कपड़ों का इस्तेमाल था. കുട്ടികൾക്ക് നല്ല വിലപിടിപ്പുള്ള വസ്ത്രത്തെ പരിഗണിക്കുമായിരുന്നില്ല. നല്ല വിലപിടിപ്പുള്ള വസ്ത്രം വേണം കുട്ടികൾക്ക്, അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ അച്ച മുറൻ കാനൊക്കെ നല്ല എന്ത് കോയിൻ്റെ ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഭക്ഷണം, അതിനാണ് മുറൻ കായനെ പറഞ്ഞ. നല്ല അടിപൊളി ഭക്ഷണം ഇല്ലായിരുന്നു. പിന്നെ ഐഷു ആറാമക്ക വോ തമാം സാമാൻ ഫറാഹിം കിയാ ഗയാത്ത.
ജീവിതത്തിന്റെയും സൗഖ്യത്തിന്റെയും ആ പരിപൂർണമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്നും അവിടെ കൊടുക്കപ്പെട്ടിരുന്നില്ല, അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ജീവിക്കുമ്പോൾ എന്താ സൗകര്യം, പിന്നെ ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനു വേണ്ടിയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ പല രീതിയിലുള്ള, അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ജിസ്നെ ആജ് നസ്ലോങ്കോ ബർബാദ് കർദിയായി, ഇന്ന് ഒരുപാട് തലമുറയെ നശിപ്പിക്കുന്നുണ്ട്. പറഞ്ഞ ശരി തന്നെയല്ലേ? ഒരുപാട് നല്ല നല്ല സാധനം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താലേ, മൊബൈലും എല്ലാം അല്ലെങ്കിൽ വലിയ വണ്ടിയും ഒക്കെ വാങ്ങിക്കൊടുത്താൽ ഭാവിയിൽ എന്തോ അപകടമാകും. ഓരോന്നിനും ഓരോ സമയമുണ്ട്, അപ്പോൾ മാത്രമേ എല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അവർ പഠനം മെയിന്, ബാക്കിയുള്ള ഈ കളിസമാനൊന്നും അല്ല വലുത് മെയിന്. മനസ്സിലായോ? അതുകൊണ്ട് തലമുറകളെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു സാധനം എന്താണെങ്കിലും അതൊന്നും വാങ്ങിക്കൊടുക്കൂല. മനസ്സിലായോ? എന്നല്ല വാങ്ങിക്കൊടുക്കൂല എന്ന് മാത്രമല്ല, ഹുദ് ടാഗോർ മാമൂലി കമീസോർ പൈജാമ പറഞ്ഞിട്ട് പിന്നെ എന്താ ടാഗോറിന്റെ സാധാരണ കമീസും സാധാരണ പൈജാമയും ധരിക്കുക, പിന്നല്ല ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അതാണ് ലീഡറിന്റെ അങ്ങനെയാണ്. മനസ്സിലായോ? ആം തോർ പൊതുവെ മൊത്തത്തില് സ്ലിപ്പറോങ്ക ഏക്ക് ജോഡാ മിലാ കർത്താത്ത, സ്ലിപ്പർ ഉണ്ടാവില്ല, സ്ലിപ്പർ ചെരുപ്പിന്റെ പേരാണ്. അപ്പൊ അതെന്ത് ചെയ്യും? അതിന്റെ ഒരു ജോഡി മിലാ കർത്താത്ത യോജിച്ച് കൂട്ടി ഉണ്ടാക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെ, അല്ലെങ്കിൽ എന്താണ്, സ്ലിപ്പറിന്റെ ഒരു ജോഡി ധരിക്കുമായിരുന്നു, അത് കിട്ടിയാൽ അത് ധരിക്കുമായിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? ഗർപ്പർ സിയാദാത്തർ നങ്കെ പാവോ രഹത്തേത്ത്, വീട്ടിലധികവും നഗ്നപാതനായിട്ടാണ് ജീവിക്കല്. കാലിൽ ചെരുപ്പുകളൊന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നത്. ഒരു സാധാ ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ ഷോർട്ട് ചെയ്ത് വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.